ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്, പിന്നെ ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മക്കൾക്ക് സ്കൂളും മദ്രസയും ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം ലീവ് കൊടുത്തതാണ്, ശനിയും ഞായറും. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്ത് പോയപ്പം ഒരു എന്താ പറയുക, ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ വെക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ഞാൻ 2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല 2 ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഒന്ന് ഫ്രൈ പാന് പോലെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്, ചിക്കനും മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റേത് വേണമെങ്കിൽ നമുക്ക് പൂരിയോ അല്ലെങ്കിൽ നെയ്പ്പത്തിരിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു റെസിപ്പി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 വലിയ സൈസിലുള്ള സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട, കുറച്ച് ഒരു സവാള ഒരു 10 പീസ് ആകുന്നത് വരെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിന്നായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഒരു 5-6 പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഒരു 2 ഫുള്ള് ചിക്കന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആണ് ഈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 എണ്ണത്തിനാണ്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു നല്ല പോലെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അപ്പോൾ ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തൈരും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് ഈ ചിക്കനിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് മുഴുവനായിട്ട് തന്നെ ഞാൻ ചിക്കനിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയായിട്ട് ഇതിലേക്ക് വേണ്ടത് മസാലകളാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡറും, എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകാണ്. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഉപ്പിൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ അരച്ചെടുക്കുമ്പം മിക്സിയുടെ ജാറിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ പാനിലൊന്ന് ചുട്ടെടുത്താലും മതി കേട്ടോ. പിന്നെ ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചോറ് കഴിച്ചതിന് ശേഷം ഒന്ന് ടൗണിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ചോറൊന്ന് കഴിക്കലാണ്. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു എന്താ പറയുക, ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് ഉമ്മാൻ്റെത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഉമ്മാൻ്റെ കറികളിൽ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ഉമ്മമാരുണ്ടാക്കുന്നത് തന്നെയായിരിക്കും ഇഷ്ടം.
പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ നേരത്ത് ഞങ്ങളൊന്ന് ടൗണിൽ പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മോമോസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ടൗണിലുള്ള പാർച്ച എന്ന ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ല എരിവോട് കൂടിയിട്ടുള്ള മോമോസും അതുപോലെ തന്നെ 4-5 തരം ഐറ്റംസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കലാന്ന് കേട്ടോ. അപ്പോൾ ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഓറിയോ ഷേക്കും അതുപോലെ തന്നെ കാഷ്യൂ, പിന്നെ വേറൊരു തരം ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ലോഡഡ് ഫ്രൈസും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കഴിച്ചതിൽ ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റംസാണ് കേട്ടോ. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.